ഹലോ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ജേണലിന്റെ ഫ്ലിപ്പ് ത്രൂ അതല്ലെങ്കിൽ ഒരു ടൂർ എന്നൊക്കെ പറയാം. ആ ഒരു ജേണൽ ടൂർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഞാൻ ഈ ഒരു ജേണലില് ഓരോ ജേണൽ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഓരോരുത്തരായിട്ട് ചോദിക്കലുണ്ട് ഇത് മുഴുവനായിട്ട് കാണിക്കോന്നൊക്കെ. ഏകദേശം ഒരു 3-4 മാസമൊക്കെ ആയിട്ട് ഞാൻ കണ്ടുവരുന്ന ഒരു മെസ്സേജ് ആണ് ജേണൽ മുഴുവനായിട്ട് കാണിക്കോ ഫ്ലിപ്പ് ത്രൂ കാണിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട്. സോ ഫൈനലി ഇന്ന് നമ്മൾ അത് കാണിക്കാൻ പോവാണ് കേട്ടോ. Let's go. ഈ ബുക്കൊക്കെ കംപ്ലീറ്റ് ആയതിന്റെ ശേഷം ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് കാണാൻ വേറെ ഭംഗിയാണ് അല്ലേ? പ്രത്യേകിച്ചും ഇങ്ങനത്തെ ജേണൽ ബുക്കൊക്കെ കാണാൻ. ഇതിന് മുന്നേ വേറെയും ബുക്കൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ ഒരു ജേണൽ ആണ് കേട്ടോ കുറച്ചും കൂടി ഫേവറേറ്റ് ആയിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ജേണൽ ഞാൻ 2023 ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ്. പിന്നെ ഞാൻ കൂടുതലായിട്ടും ചെയ്തിട്ടുണ്ടായിരുന്നത് 2024 കേട്ടോ. ഇപ്പം 2025 ഞാൻ ഇതിന്റെ ഒരു മുഴുവനായിട്ടുള്ള ഫ്ലിപ്പ് ത്രൂ കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് ഈ ഒരു പേജാണ്. പിന്നെ സെക്കൻഡ് പേജാണ് ഇത്. ഈ ഫസ്റ്റിലൊക്കെ കുറച്ച് ബോറാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു പേജസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ കാര്യമായിട്ട് കുറച്ചൊക്കെ സീരിയസ് ആയിട്ട് നല്ല വൃത്തിയിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ സെൻട്രൽ ഭാഗത്തിലൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കാണാലോ. അപ്പൊ ഫസ്റ്റ് തന്നെ കണ്ടിട്ട് അയ്യേ ഇതിൽ കൊള്ളൂല എന്നൊന്നും ആർക്കും തോന്നണ്ട കേട്ടോ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. പിന്നെ കുറേ മുന്നേ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ജേണലും ഞാൻ അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നതും ഒക്കെ കാണിച്ചിട്ട് ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേനി. അതിൽ ഈ ഒരു ജേണലും ഞാൻ മെൻഷൻ ആക്കിയിട്ടുണ്ടേനി കേട്ടോ. കുറച്ചൊക്കെ കാണിച്ചിട്ടും ഉണ്ടേനി. അപ്പൊ ഞാനിപ്പോ ചെയ്തിയിലുള്ളതിൽ എൻ്റെ കയ്യിലുള്ള ബുക്കിലുള്ളതിൽ എനിക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ഇത്. പിന്നെ ഇത് ഓഗസ്റ്റ് തീമിൽ ചെയ്തതേനി. ഓരോ മന്തിന്റെ തീമിലൊക്കെ നമ്മൾ ചെയ്യാറുണ്ടേനിയല്ലോ. ഇത് ചെയ്തിട്ട് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ആദ്യമായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കേട്ടോ. പിന്നെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ ഇരിക്കുമ്പോൾ ബോറടിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നതാണ്. ജേണൽ എന്താന്നൊക്കെ അറിയാലോ, നമ്മൾ ഇതിന് മുന്നേ കുറെ വീഡിയോസിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലും കൂടി പറഞ്ഞിട്ട് ബോറടിപ്പിക്കുന്നില്ല. ഇതൊക്കെ പിന്നെ ഹാൻഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുള്ള കുറെ സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്തതാണ്. ഇത് പിന്നെ റെഡ് തീമിൽ ചെയ്തതിനി. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അത്ര വലിയൊരു ഇഷ്ടമൊന്നും ആയിട്ടില്ല കേട്ടോ. ഇത് പക്ഷേ എനിക്ക് റെഡ് തീമിൽ ചെയ്തത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് രണ്ടും നല്ല ഫേവറേറ്റ് തന്നെയാണ്. രണ്ടും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഒക്കെ നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്തിട്ടുള്ള സപ്ലൈസ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. അങ്ങനെ പ്രത്യേകം കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി കുറെ ആൾക്കാർ. അങ്ങനെ നമ്മൾ ഇത് ചെയ്തത് ഇനി ഇതിന്റെയൊക്കെ വീഡിയോ ഷോർട്സ് ആയിട്ട് ഉണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ഈ ഒരു പേജസ് ഒക്കെ മറിച്ച് നോക്കുമ്പം ചില പേജസ് ഒന്നും എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ അതിൽ എക്സ്ട്രാ പേജസോ അതല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഫ്ലവേഴ്സോ കാര്യങ്ങളോ വാഷി ടാപ്പോ ഒക്കെ ആക്കിയിട്ട് എക്സ്ട്രാ ഒട്ടിച്ച് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പം ഇതിനെ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് ചിലതൊക്കെ ഇത് ഇങ്ങനെയല്ലേനിയല്ലോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് അതുകൊണ്ടാണ് കേട്ടോ. ഇത് പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തതിന്. ഈ ഒരു ബുക്കിൽ നമ്മൾ കുറേ കളർ തീമിൽ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ നമ്മൾ ഹാൻഡ് ആയിട്ട് ഭയങ്കര സിമ്പിൾ ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്ത് തുടങ്ങാൻ പറ്റിയിട്ടുള്ള ഐഡിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതേനി കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതാണ് ചെയ്യാനും ചെയ്ത് കഴിഞ്ഞാൽ കാണാനും കുറച്ചും കൂടി രസം. ഇതൊക്കെ പിന്നെ വിൻറ്റേജ് തീമിലായിട്ട് ഇങ്ങനെ ഒരു ബ്രൗൺ ടച്ചിൽ ചെയ്തതേനി. ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന്റെ മുന്നേ ഷോർട്സ് ഒക്കെ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പേജ് ഭയങ്കര സിമ്പിൾ ആയിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പേജ് തുറന്നു നോക്കുമ്പോൾ ഭയങ്കര ഒരു രസം. ഇതിൽ ഞാൻ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ഡ്രൈ ആക്കിയിട്ടുള്ള ഫ്ലവർ ആണ് കേട്ടോ. ഇത് ഒരു വൈറ്റ് ഫ്ലവർ ഇനി, പക്ഷേ ഡ്രൈ ആക്കി കഴിഞ്ഞപ്പോൾ ഒരു ബ്ലാക്ക് ഫ്ലവർ ആയിട്ടുണ്ട്. അതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ജേണലിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ഡ്രൈ ആക്കിയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ ഒട്ടിച്ചു കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും. നമുക്ക് മറിച്ചു വെക്കുമ്പോൾ ഒരു വേറെ തന്നെ ഒരു ഫീൽ ആയിരിക്കും. പിന്നെ ഇത് ഞാൻ വെറുതെ ഒരു കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഈ ഒരു സ്പൈഡർമാൻ്റെ, അപ്പം അതൊക്കെ വെറുതെ അങ്ങനെ ഒട്ടിച്ചു കൊടുത്തതാണ്. ഇത് പിന്നെ യെല്ലോ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ആദ്യമായിട്ട് ജേണൽ സപ്ലൈസ് ബ്രൗൺ തീമിൽ മേടിച്ചിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ. ഈ ബുക്കിൽ കൂടുതലും ഹാൻഡ് ആയിട്ടുള്ളത് വെച്ചിട്ടാണല്ലോ. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അത് കാണാൻ വേറെ തന്നെ നല്ല ഭംഗിയായി. പിന്നെ ഇത് ഞാൻ ഒക്ടോബർ മന്തിൽ ചെയ്തതേനി. ഇതൊക്കെ ഞാൻ വരച്ചിട്ട് അങ്ങനെ ഹാൻഡ് ആയിട്ട് പുള്ളി ചെയ്തതാണ് കേട്ടോ.
ഇതൊക്കെ ഞാൻ വെറുതെ ബോറടിച്ചിരിക്കുമ്പം ഇങ്ങനെ കയ്യിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് നോക്കണതാണ് കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് ഇവിടുന്ന് നോക്കിയിട്ടോ അങ്ങനെ വലിയൊരു ഐഡിയക്കൊന്നല്ല, അപ്പൊ തോന്നുന്നത് എന്തൊക്കെയോ ചെയ്യും. ഇപ്പൊ പിന്നെ കൂടുതലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ ചെയ്യാറാണ് പതിവ്. അങ്ങനെ എനിക്ക് തോന്നുന്നതൊക്കെ അങ്ങനെ ചെയ്യല് വളരെ കുറവാണ് കേട്ടോ. ഇതൊക്കെ പിന്നെ ഞാൻ മേടിച്ചിട്ടുള്ള സപ്ലൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അങ്ങനെ കുറെയൊക്കെ ചെയ്തിട്ട് പേജിനൊക്കെ ചെറുതായിട്ടൊരു ഇളക്കൊക്കെ തോന്നുന്നുണ്ട് ഇപ്പൊ. ഇത് പിന്നെ റെയിനി തീമിൽ ചെയ്തതാണ്. റെയിനി തീം മാത്രല്ല, റെയിനി പ്ലസ് ബ്ലൂ തീം, അത് രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെ ചെയ്തതാണ്. ഇത് പിന്നെ ഞാൻ തന്നെ പെയിന്റ് ചെയ്തത് ഇതിലൊന്ന് വെട്ടി ഒട്ടിച്ചു കൊടുത്തതാണ് കേട്ടോ. ഈ ഒരു പേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിന്റേജ് തീമിൽ ചെയ്തതാണ്. ഇത് ഡ്രൈ ആക്കിയിട്ടുള്ള റോസ് ഫ്ലവർ ആണ് കേട്ടോ. അത് ഇതേപോലെ നമ്മൾ അതിലിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ജേണലിൽ കുറേ ഇതേപോലെ ഡ്രൈ ആയിട്ടുള്ള കുറെ ഫ്ലവേഴ്സ് ഒക്കെ കാണാം. ഫ്ലവേഴ്സ്, ലീവ്സ് ഒക്കെ കാണാം കേട്ടോ. ഇത് പിന്നെ നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിന് വീഡിയോ, ഇനി ഹാൻഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിന് ജേണൽ സപ്ലൈസ്, അത് വെച്ചിട്ട് ചെയ്തതാണ് കേട്ടോ ഇതൊക്കെ. ഇത് ഞാൻ ഓട്ടം തീമിൽ ചെയ്തിട്ടുണ്ടായിന് മൂഡ് ട്രാക്കർ ആണ് കേട്ടോ. ഇതായിരിക്കും ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ടായിന് മൂഡ് ട്രാക്കർ. ഇതിൽ ഞാൻ കൂടുതലും എൻ്റെ കുറെ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നത് ഞാൻ വേറെ ആർക്കും വായിച്ചാൽ മനസ്സിലാവാത്ത രീതിയിൽ അങ്ങനെയൊക്കെ വേറെ എന്തൊക്കെയൊക്കെ ആക്കിയിട്ടാണ് എഴുതി വെക്കാറുള്ളത്. പിന്നെ ഇത് കോഫി തീമിൽ, ആ ഒരു കോഫിന്റെ അടിയിലുള്ളത് മിഠായിന്റെ ഒക്കെ കവർ ഉണ്ടല്ലോ, ആ ഒരു ബ്രൗൺ കവർ ഒട്ടിച്ചതാണ് കേട്ടോ. അപ്പൊ നമ്മളെ കയ്യിലുള്ള അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ചെയ്താൽ മതി. നമ്മൾ സാധാരണ ഡയറി ചെയ്തുള്ളൂ അതേപോലെ ഇതാ. എന്നിട്ട് സൈഡിലൊക്കെ ആയിട്ട് ഇതേപോലെ കുറച്ച് പേപ്പേഴ്സും അതേപോലെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ ആക്കിയിട്ട് എഴുതിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയൊക്കെ മതി. നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുമ്പം അങ്ങനെയൊക്കെ മതി. പിന്നെ പിന്നെ നമുക്ക് കുറെ സപ്ലൈസ് ഒക്കെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുക, അതല്ലെങ്കിൽ നമുക്ക് പ്രിന്റ് ഒക്കെ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഇത് പിന്നെ കോഫി തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ചിലപ്പം ഷോർട്സ് ഒക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടാവും. ഇത് ഹാരി പോട്ടർ തീമിൽ ചെയ്തതാണ് കേട്ടോ. ഇതും നമ്മൾ ഷോർട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഹാരി പോട്ടർ തീമിൽ ചെയ്യുമോന്നൊക്കെ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതലേ കേൾക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ ഞാൻ കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തതേനി. ഇതാണ് ഈ ഒരു ജേണലിലെ ലാസ്റ്റ് പേജ് ട്ടോ. ഇത് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നതിന്റെ കുറച്ച് മുന്നേ ഞാൻ ചെയ്തതാണ്. ഇത് ഞാൻ ലാസ്റ്റ് പേജ് ആയതുകൊണ്ട് തന്നെ ഞാനൊരു വിന്റേജ് ടച്ച് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ഒരു ബ്രൗൺ തീമിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ജേണൽ സത്യം പറഞ്ഞാൽ നവംബറിൽ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു ലാസ്റ്റ് പേജ് മാത്രം ചെയ്യാനുള്ളൂ ഇനി. അത് പിന്നെ ഞാൻ ചെയ്യാ വിചാരിച്ചിട്ട്, പക്ഷെ ഇന്ന് വീഡിയോ എടുക്കുന്നതിന്റെ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയ്ക്കാണ് എൻ്റെ ഈ ഒരു കുട്ടി ജേണലിൽ ഉള്ളത്. ഈ ഒരു ബുക്ക് ഹാൻഡ് മെയ്ഡ് ആണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറവൊക്കെ ഉണ്ടാവും. പിന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഇതേപോലെ ഹാൻഡ് മെയ്ഡ് ഒക്കെ ആയിട്ടുള്ള സപ്ലൈസ് ആയാലും ബുക്കൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ നമ്മൾ ചെയ്ത് തുടങ്ങിയാൽ പിന്നെ നമുക്ക് ഇത് ഭയങ്കര ഒരു രസമായിരിക്കും. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും, ഈ ചെയ്തിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേജ് ഏതാന്ന് പറയാനും, നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ തീമിൽ ചെയ്യണം എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.